ഓരോ യാത്രകളും എത്രമാത്രം പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ആ ഹോട്ടലിൽ ഞങ്ങൾ അച്ഛന്മാർ കുറച്ച് പേരുണ്ടായിരുന്നു. അച്ഛന്മാർ ഭക്ഷണം കഴിച്ചപ്പോൾ ഹോട്ടലിൻ്റെ ഓണർ വേഗം വന്ന് എല്ലാവർക്കും സ്തുതിയൊക്കെ പറഞ്ഞ് പിന്നെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. കുറച്ച് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ആളുടെ അല്ലെങ്കിൽ അടുത്ത ടേബിളിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ആ ഹോട്ടലിലെ ഒരു വിശാലമായ ഹോട്ടലാണ്. അതിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൂടെയും പോയി എന്തെങ്കിലും ഒരു കുഞ്ഞു വർത്തമാനമോ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചോദിച്ച് പോകുന്നത് കണ്ടു. വർത്തമാനം പറഞ്ഞപ്പം ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് അത് വളരെ വളരെ നന്നായിരിക്കുന്നു, ഇതൊരു വല്ലാത്തൊരു ശൈലിയാണല്ലോ, വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പൻ്റെ അപ്പന് ഇവിടെ തന്നെ ഈ ഹോട്ടലിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മാടക്കടയായിരുന്നു എൻ്റെ വല്യപ്പന്. എന്നാൽ വല്യപ്പൻ മാടക്കടയായിരുന്നെങ്കിലും വല്യപ്പൻ്റെ കാര്യം അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഓർമ്മയുമുണ്ട്. ആ മാടക്കടയിൽ വരുന്ന എല്ലാവരോടും എന്തെങ്കിലും ഒരു ചെറിയ വർത്തമാനം പറഞ്ഞ് വല്യപ്പന ചെറിയ സാധനം പൊതിഞ്ഞു കൊടുക്കുകയുള്ളൂ. അപ്പനായപ്പോൾ ഒരു ചായക്കടയും അത്യാവശ്യം അനാദി ഒരു സൈഡിൽ കച്ചവടം അല്പം കൂടി മെച്ചപ്പെട്ടു. മാടക്കടയിൽ നിന്ന് ചായക്കടയിലേക്ക് വന്നു. പക്ഷെ എൻ്റെ അപ്പൻ ചായ കൊടുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു തോർത്ത്, നല്ലൊരു വൃത്തിയുള്ള തോർത്തായിരിക്കും അപ്പൻ എപ്പോഴും. അപ്പൻ 2ഉം 3ഉം തോർത്താണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അത് തോളത്തിടാൻ വേണ്ടി മാത്രം. ഒരെണ്ണം അല്പം മുഷിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വെള്ളത്തോർത്തെടുത്ത് മേത്തിടും. എന്നിട്ട് ചായക്ക് പറയുമ്പോൾ ചായ കൊടുത്ത് ആ ചായ എടുത്തു കഴിഞ്ഞ് ഈ തോർത്തും കൊണ്ട് അതിൻ്റെ മൂടൊന്നും കൂടി ഒന്ന് തുടച്ച് ഭവ്യതയോടെ സ്നേഹത്തോടു കൂടെ കൊണ്ട് ചായ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ അതെല്ലാവർക്കും, ഇന്നവരെന്നില്ല, ഒരു കാലിച്ചായ കുടിക്കാൻ വന്നവർക്കും അതേ ബഹുമാനമാണ് കൊടുക്കുന്നത്. അപ്പൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കും, കടയിൽ ഞാനിരിക്കുമ്പം, കയറി വരുന്നവൻ നമ്മുടെ അന്നദാതാവാണ്. ഈ ചായക്കടയിലേക്ക് വരുന്ന ഓരോരുത്തരും നമ്മുടെ അന്നദാതാവാണ്. അതുകൊണ്ട് എത്രമാത്രം അവരെ സ്നേഹിക്കാമോ ബഹുമാനിക്കാമോ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ ആ രീതിയിൽ ചെയ്യണമെന്ന് വല്യപ്പനിൽ നിന്നും അപ്പനിൽ നിന്നും പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഞാനായപ്പോൾ എങ്ങനെയാ മറക്കാൻ പറ്റുക? മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരെയും ഇതുപോലെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ ഇരട്ടി ഊർജം. അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരാളുമാണ്. വളരെ സംതൃപ്തമായിട്ടാണ് ഈ ഹോട്ടലിലെ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിലൂടെ ഇവിടെ ഒരാൾക്കും പരാതിയില്ല. ഒരാൾക്കും ഭക്ഷണം അല്പം താമസിച്ചു എന്ന് പരാതിയില്ല. കാരണം അവരൊരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ സ്വീകരിക്കാൻ ഞങ്ങളെപ്പോഴും ഒരുക്കമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നെ പറഞ്ഞു, അതുപോലെ തന്നെ അദ്ദേഹം വർത്തമാനം പറഞ്ഞ് പിന്നെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ 5 മക്കളുണ്ട്. 5 മക്കളുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേര്, വല്യമ്മയും ഭാര്യയും അദ്ദേഹവും. വർഷത്തിൽ ഇത്രമാത്രം ആഹ്ലാദം അല്ലെങ്കിൽ ആഘോഷമുള്ള വീട് വളരെ കുറവായിരിക്കും അച്ഛാ. കാരണം 5 മക്കളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കും. 5 മക്കളുടെ പാലാക്കാരനായതുകൊണ്ട് 5 മക്കളുടെ ഫീസ്റ്റ്, അവരുടെ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കും. അവർക്ക് അതൊക്കെ അറിയാം. കൂടാതെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വിജയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ 5 പേരുടെ കാര്യത്തിലും ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധുക്കൾ ധാരാളം പേര് പല സമയങ്ങളിലായിട്ട് വരും. അങ്ങനെ വീട് വളരെ ആഘോഷത്തിൻ്റെ ഒരു വീടാണ്. അതുകൊണ്ട് കച്ചവടം നന്നായി നടത്തണം, എന്നാലേ നന്നായി ആഘോഷിക്കാനും പറ്റൂ. ഞാൻ നന്നായി കച്ചവടം നടത്തി നന്നായി കുടുംബത്തിൽ ആഘോഷിക്കുന്ന ആളാച്ച എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം മറ്റൊരു കാഴ്ച വന്നത് ഒരു 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അവിടെ അച്ഛന്മാരുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് എല്ലാവരും തീരുമാനിച്ചു, ആരും സ്വർഗം വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾ സ്വർഗം കണ്ടിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ സ്വർഗം കാണാൻ തീരുമാനിച്ചു.
ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൂറിലേ ഉള്ളൂ, എല്ലാവർക്കും പോയി സ്വർഗം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വർഗം കാണാൻ വേണ്ടി പോയി. വൈകുന്നേരത്തെ സ്വർഗത്തിന് പോയി. ഞങ്ങൾ തുടങ്ങുന്ന ആ കൃത്യസമയത്താണ് ചെന്നത്. സിനിമ തീർന്നപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചത്, വളരെ അത്ഭുതം സംഭവിച്ചത്, സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ വെട്ടം വന്നല്ലോ. വെട്ടം വന്ന് മുമ്പിലിരുന്നവരെല്ലാം എഴുന്നേറ്റ്, അവര് പോകാൻ എഴുന്നേറ്റപ്പം പുറകെ കാണുന്ന അച്ഛന്മാരിങ്ങനെ ഇരിക്കും. അതിൽ ആ പാലക്കാര് അമരജ്യോതിയിലും അതുപോലെ തന്നെ മെഡിസിറ്റിയിലുമൊക്കെ ഉള്ള ജീവനക്കാരും ഒക്കെ ആയിട്ടുള്ളവര് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇതാണ്: ഉള്ളവന് നൽകപ്പെടും. വല്യപ്പന് ഉണ്ടായിരുന്നത് എന്താണ്? ഒരു മൂല്യബോധം ഉണ്ടായിരുന്നു വല്യപ്പന്. ആ ഉള്ളത് അദ്ദേഹത്തിന്റെ മകന് പകർന്നു കൊടുത്തു. അവൻ പഠിച്ചതും അവൻ വളർന്നതുമായ സാഹചര്യത്തിൽ കൂടെ അപ്പന്റെ ജീവിത ദർശനങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ അയാൾ കുറെ കൂടെ മെച്ചപ്പെട്ടവനായി മാറി. വല്യപ്പനിൽ നിന്നും അപ്പനിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങളും ജീവിത മാതൃകയും കൊച്ചുമകനായപ്പോൾ അവനത് കുറെ കൂടെ ആഴമുള്ളതായി മാറി. അവൻ കുറെ കൂടെ മെച്ചപ്പെട്ടവനായി മാറി. ഉള്ളവന് നൽകപ്പെടും. എന്താണ് നമുക്കുണ്ടാവേണ്ടത്? നമുക്കുണ്ടാവേണ്ടത് എപ്പോഴും നമ്മൾ ചക്രത്തെ കുറിച്ച് ചിന്തിക്കും. ചക്രം കുറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയാകുമെന്ന് വിചാരിച്ച് ചക്രത്തിനാണ് ആദ്യമായിട്ട് എല്ലാവരും മുൻഗണന കൊടുക്കുന്നത്. ചക്രത്തിന് വേണ്ടി മാത്രം ഓടുന്നവർ ചക്രം തിരിയുമെന്നുള്ളതും നട്ടം തിരിയുമെന്നുള്ളതും വാസ്തവമാണ്. ഇല്ലാതെ, ജീവിതത്തിന്റെ വിശുദ്ധിയും മൂല്യവും ഇല്ലാതെ ജഡമോഹങ്ങളുടെയും ജഡജീവിതങ്ങളിലൂടെയും ഒക്കെ പോകുന്ന ആർക്കാണ് ഈ ചക്രങ്ങളിലൂടെ പോയിട്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുക? പരാജയപ്പെട്ട എല്ലാ ശതകോടീശ്വരന്മാരുടെ ജീവിതവും നമ്മോട് പറയുന്നത് ചക്രമല്ല പ്രധാനം. ചക്രം പ്രധാനമാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനം നിനക്ക് സൃഷ്ടാവ്, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം ഏതൊക്കെ മൂല്യങ്ങളാണോ നമുക്ക് നൽകിയത്, ആ മൂല്യങ്ങളിലൂടെയുള്ള ജീവിത ചരിത്ര യാത്രയാണ് നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കും താലന്തിനെ കുറിച്ച്. എന്താണ് താലന്ത്? നമുക്കറിയാം. ദൈവം ഓരോരുത്തർക്കും കഴിവ് തന്നിരിക്കുകയാണ്. എന്നാൽ ചിലർ അവനവന്റെ കഴിവുകളെ കുറിച്ച് പരിഗണിക്കാതെ മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് മാത്രം നോക്കുകയും അസൂയപ്പെടുകയും അതുപോലെ തന്നെ സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ലാതെ പരാതിപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള കഴിവുകൾ ഓരോ വ്യക്തിക്കും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അവിടെ 5 താലന്ത് കിട്ടിയവനോട് ദൈവം പറയുന്നത് ഇതാണ്: നീ വിശ്വസ്തനായ ഭൃത്യനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഓരോ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ട രീതിയിൽ വിശ്വസ്തനായിരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. ദൈവത്തോട് വിശ്വസ്തനാണോ നാം? ദൈവത്തോട് വിശ്വസ്തനാണോ നാം? ചിലരെ കുറിച്ച് പറയുമല്ലോ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന്, ചിലരെ കുറിച്ച് പറയും വിശ്വസിക്കാൻ കൊള്ളുന്നവനാണെന്ന്. ഇതിലേത് തരത്തിലാണ്? ദൈവം പറയുകയാണ് ഇവനെ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ്, ഇവളെ വിശ്വസിക്കാൻ കൊള്ളുന്നവളാണ് എന്ന് പറയുന്നു എങ്കിൽ ഒരർത്ഥമേ ഉള്ളൂ: ആ ജീവിതം ഒരു ചരിത്രമായിരിക്കും. ദൈവം ഇവൻ വിശ്വസ്തനാണ്, ഇവൾ വിശ്വസ്തനാണ് എന്ന് നമ്മുടെ മനസാക്ഷിയോട് പറയുന്നത് നമുക്ക് കേൾക്കാനാവുന്നെങ്കിൽ വേറൊരു കാര്യവുമില്ല. ആ കുടുംബത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുവാൻ അവളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വിശ്വസ്തരായി ജീവിക്കുക എന്നതാണ്. രണ്ടാമത്തെ വിഭാഗമാണ് നമ്മൾ കണ്ടത്. ഒരു താലന്ത് കിട്ടിയവന്റെ വർത്തമാനം എന്താണ്? നീ കഠിനഹൃദയനാണ്, നീ വല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്താണോ തോന്നുന്നത്, വായി തോന്നുന്നത് പറയുകയാണ്. മറ്റു 2 പേരും ഈ യജമാനെ കുറിച്ച് എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുകയും യജമാനന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ മികവോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ മൂന്നാംകട ജീവിത ശൈലിയുമായിട്ട് പോവുകയാണ്. മൂന്നാംകട ജീവിത ശൈലിയുമായിട്ട് പോവുകയാണ്. കാണുന്നവരെല്ലാം അവന് ശത്രുവാണ്, കാണുന്നവരെല്ലാം അവൾക്ക് ശത്രുവാണ്. മാത്രമല്ല, തനിക്ക് കിട്ടിയതൊന്നും പോരാ എന്നുള്ള ചിന്ത. ഇതുകൊണ്ട് എന്താകാനാ? അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അലസതയുടെ
കുഴിമാടങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളായി മാറുകയാണ്. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നത്, കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മോട് പറയുന്നത് ജീവിതത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് നീ വളരണമെന്നാണ്. നാം റിസ്ക് എടുക്കുമ്പോൾ ദൈവം നമ്മുടെ ഒപ്പം നിൽക്കുന്നു. കാരണം എന്താ? ഈ റിസ്ക് എടുത്തവനെ സംരക്ഷിക്കാനുള്ള ചുമതല ദൈവത്തിനുള്ളത് കൊണ്ട്. കാരണം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു, ദൈവത്തോട് അവൾ വിശ്വസ്തയായതുകൊണ്ട് അവൾ എടുക്കുന്ന ഏത് റിസ്ക്കും ദൈവത്തിൻ്റെ താങ്ങലോടുകൂടി ആയിരിക്കും, കൈത്താങ്ങോടുകൂടി ആയിരിക്കും എന്നത് വാസ്തവമാണ്. നമ്മുടെ ജീവിതവും ഒരിക്കൽ കൂടി കർത്താവിലേക്ക് ചേർത്ത് വെച്ച് ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കാസയിലും പിലാസയിലും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ചേർത്ത് വെച്ച് ദൈവമേ, അങ്ങയോട് വിശ്വസ്തമായി ജീവിക്കാൻ. നമ്മൾ വിശ്വസ്തരാണോ എന്ന് വെറുതെ ഒരു ദിവസത്തിൻ്റെ ചരിത്രം ഓർത്താൽ മതി. രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയോടുകൂടി കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തെയും കുടുംബത്തിലെയുള്ളവരെയൊക്കെ കാണാൻ, ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നവരെ സ്വീകരിക്കുവാൻ, ഒരു നല്ല വാക്കോടുകൂടി സംസാരിക്കുവാൻ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ചാണെങ്കിൽ ഒരു പ്രത്യേകതയുമില്ലാതെ വീണ്ടും ഒരു പ്രഭാതത്തിൽ എന്തിനോ വേണ്ടി എഴുന്നേറ്റതുപോലെ ലക്ഷ്യമില്ലാതെ എഴുന്നേൽക്കുകയും ലക്ഷ്യമില്ലാതെ സമയം കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലക്ഷ്യബോധമില്ലാത്തവരായി മാറി മറിഞ്ഞും പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിശ്വസ്തതയാണ് നിന്റെ മുഖമുദ്ര. നീ വിശ്വസ്തതയുള്ളവളല്ല, നീ വിശ്വസ്തതയുള്ളവനല്ല. ആ തിരിച്ചറിവ് പോലും ഹൃദയവ്യതയോടെ നമുക്ക് നമ്മെ തന്നെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വീണ്ടും കർത്താവിൻ്റെ കൃപയിൽ വളരാൻ സാധ്യമാകും. ഈശോ അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.